Hello guys, welcome back to my YouTube channel. This is me Parvati and my YouTube channel is Music Life Beats. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇന്ന് എൻ്റെ ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് എല്ലാം കാണിച്ചു തരാം. ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് എന്ന് പറയുമ്പോൾ അധികം ഒന്നും മേടിച്ചിട്ടുമില്ല, പിന്നെ കുറച്ചൊക്കെ പുതിയത് മേടിച്ചിട്ടും ഉണ്ട്, പിന്നെ കുറച്ചൊക്കെ ഞാൻ പഴയത് തന്നെയാണ് യൂസ് ചെയ്യുന്നതും. ഞാൻ 5 സാധനങ്ങൾ മേടിച്ചിട്ടില്ല, അല്ല 4 സാധനങ്ങൾ മേടിച്ചിട്ടില്ല. കളർ പേപ്പർ മേടിക്കണം എനിക്ക് അസൈൻമെന്റ്സിനും പ്രോജക്ട്സിനും പിന്നെ ക്രാഫ്റ്റിനും അതിനൊക്കെ ആയിട്ട്. ഈ കളർ പേപ്പർ അതുകൊണ്ട് മേടിക്കണം. പിന്നെ ലഞ്ച് ബോക്സ് എനിക്ക് മേടിക്കണം. ലഞ്ച് ബോക്സ് 1-2 ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് നോക്കിയിട്ടേ മേടിക്കാൻ പറ്റുള്ളൂ, ചിലതൊക്കെ ഇവിടെ തുരുമ്പ് പിടിച്ചു ഇരിക്കുന്നുണ്ട്. പിന്നെ മേടിക്കേണ്ടത് ഫയൽ 2 മേടിക്കണം. ഫയൽ എൻ്റെ ഉള്ളത് കീറി പാളീസായി ചൂരുണ്ട് അതും ഇതൊക്കെയായി ഫയല് മേടിക്കേണ്ടി വരും. പിന്നെ എന്താ മേടിക്കണ്ടേ? പിന്നെ സാൻഡിൽസ് മേടിക്കണം, ബ്ലാക്ക് സാൻഡിൽസ്. ഞങ്ങൾക്ക് മഴക്കാലം കഴിയണ വരെ എന്തായാലും സാൻഡിൽസ് ഇട്ടുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സാൻഡിൽസ് മേടിക്കണം. അത്രേ ഇനി മേടിക്കാനുള്ളത്. പക്ഷെ നമുക്ക് ഇനി സമയമുണ്ട് അതിനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ പെട്ടെന്ന് മേടിച്ച് വെക്കാത്ത, പതുക്കെ മേടിച്ചാൽ മതി, കുറെ സമയമുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പക്ഷെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. പിന്നെ ബെല്ലൈക്കണൊക്കെ അമർത്തി പൊട്ടിക്കണം ഗൈസ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്റെ വായിലെ വെള്ളം പറ്റാനല്ല, നിങ്ങൾ ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ഗോ. വരുന്നത് ഒരു ബാഗാണ്. ഇത് കിറ്റെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗാണ്. അത് പുതിയതായിട്ട് മേടിച്ചത്. അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. ഇതിന്റെ കൂടെ ഒരു സാധനം ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് മെയിൻ ഹൈലൈറ്റ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹെഡ്സെറ്റ് ഗൈസ്. ഒരു ബാഗിന്റെ ഒപ്പം ആദ്യമായിട്ടാണ് എനിക്ക് ഹെഡ്സെറ്റ് കിട്ടുന്നത്. അത്യാവശ്യം പാട്ടൊക്കെ കേൾക്കും. ഞാൻ വെച്ച് നോക്കി, പക്ഷെ വലിയ അടിപൊളിയൊന്നും പറയാനില്ല, കുഴപ്പമില്ല. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ തീമിലാണ് വരുന്നത് ഹെഡ്സെറ്റ്. കുഴപ്പമില്ല, വലിയ കാര്യത്തില് യൂസ് ആവില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും നാശമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രീ ആയി ഒരു ഹെഡ്സെറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് മൊത്തം 5 കള്ളിയുണ്ട്. പിന്നെ താഴെ ഒരു കുഞ്ഞ് കള്ളിയുണ്ട് കേട്ടോ. ഇത് ഈ ഭാഗത്ത് കണ്ടോ, ഇതിവിടെ നമുക്ക് ഒരു സാധനം ഉണ്ട് വേറെ. നമുക്ക് മഴക്കാലം വരുമ്പോൾ ഇത് കണക്റ്റഡ് ആണ്. മഴക്കാലം വരുമ്പോൾ നമുക്ക് ബാഗ് കവർ ചെയ്ത് കൊണ്ടുപോകാം. ബുക്സോ ഒന്നും നനയില്ല, ബാഗും നനയില്ല. അതിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. നല്ല ബാഗാണ്. പിന്നെ ഫസ്റ്റത്തെ കളി തുറക്കുമ്പോൾ നമുക്ക് 2 സെക്ഷനായിട്ട് സംഭവങ്ങൾ വെക്കാം, നമ്മുടെ ബുക്സ് എല്ലാം. ഇവിടെ നമുക്ക് വല്ലതും വേണമെങ്കിൽ വെക്കാം. പിന്നെ ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടും വെക്കാം. നല്ല മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഒരു ബാഗ് ആണ്. ഇത് നോട്ട്ബുക്സ് ആണ്. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ എല്ലാ സ്കൂളിൽ നിന്ന് അവൈലബിൾ ആണല്ലോ. നോട്ട്ബുക്സ് ആണ്. ഇത് കാർനെറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ബുക്ക്. ഞങ്ങൾക്ക് മാത്സിന് മാത്രം കോളം വർക്ക് ഉള്ള ഇങ്ങനത്തെ ബുക്കാണ്. ബാക്കിയുള്ളത് തന്നെ എല്ലാം സിംഗിൾ ലൈൻ ആണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ സൺഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ബുക്കാണ്. ഇത് HNC തന്നെയാണ് മേടിച്ചത്. പിന്നെ നെയിം സ്ലിപ്സ് എനിക്ക് വളരെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇഷ്ടം. പക്ഷെ ഇതിൽ പ്ലെയിൻ ആയിട്ടല്ല, ചെറുതായിട്ടൊരു ഡിസൈൻ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി എന്നൊക്കെ എഴുതുമ്പോൾ അവിടെ ഡിസൈൻ കണ്ടോ. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളത് താഴെ ഈ ഭാഗത്തായിട്ടും ഉണ്ട്. ഇതും HNC തന്നെയാണ് മേടിച്ചത്. നല്ല നെയിം സ്ലിപ്പാണ്. ആയിട്ട് വരുന്നത് ബ്രൗൺ പേപ്പർ. ബ്രൗൺ പേപ്പർ എനിക്ക് ഇങ്ങനത്തെ കളറാണ് ഇഷ്ടം. ഇപ്പോൾ കുറേ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അങ്ങനെ വേറെ എന്തൊക്കെയോ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പണ്ടോട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഓറഞ്ച് കളർ ബ്രൗൺ പേപ്പറാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഒരു A4 ഷീറ്റിൻ്റെ ബണ്ടിൽ മേടിച്ചിട്ടുണ്ട്. എനിക്ക് അസൈൻമെൻറ്റ്സിനും പ്രൊജക്ട്സിനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, അതിനായിട്ടാണ് മേടിച്ചേക്കുന്നത്.
നെക്സ്റ്റ് പൗച്ചാണ്. ഇത് അത്ര പഴയതും അല്ല അത്ര പുതിയതും അല്ല. ഇത് എനിക്ക് ഈ അടുത്ത് അമ്മൂമ്മ മേടിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ 3 പെൻസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം. നല്ല പൗച്ചാണ്, നല്ല ഓറഞ്ച് കളർ പൗച്ച്. പിന്നെ പേന എനിക്ക് ഞങ്ങളുടെ സ്കൂളിൽ ബ്ലൂ വെച്ചിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. എനിക്ക് ബ്ലൂ ആയിട്ടുള്ള ബോൾ പെൻസിലാണ് ഞാൻ കൂടുതൽ എഴുതാറ്. ജെല്ലോ ഇങ്കോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ പെൻടോണിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുക. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ 7th ഫുൾ അതാണ് എഴുതിയത്. നല്ല പേനയാണ്, ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്മൂത്ത് ആണ്. ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. എല്ലാ സംഭവങ്ങളുണ്ട്. പ്രൊട്രാക്ടർ, കോമ്പസ് എല്ലാം ഉണ്ട്. പെൻസില്, ആ കുഞ്ഞ് പെൻസിൽ കിട്ടത്തില്ലേ അതുണ്ട്. ഷാർപ്നർ, ഇറേസർ എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ 5ാം ക്ലാസ്സിലത്തെ ഒരു ഫോട്ടോ ഉണ്ട്. 5ാം ക്ലാസ്സിലത്തെ ഐഡന്റി കാർഡിന് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോ ആയിരുന്നു. പിന്നെ ഡയറിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്ട്രുമെന്റ് സ്റ്റിക്കി നോട്ട് എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതിൽ കണ്ടോ, പിങ്ക്, പച്ച, ഓറഞ്ച്, യെല്ലോ 4 കളേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു കൗതുകം കൊണ്ട് മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റിക്കി നോട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവനാണ് കേട്ടോ. സ്റ്റിക്കി നോട്ട് എനിക്ക് ഇല്ലാണ്ട് പറ്റാറേ ഇല്ല ചില സമയത്ത്. നെക്സ്റ്റ് ഹൈലൈറ്റേഴ്സ്. ഇത് ഫേബർ കാസലിന്റെ ബ്രാൻഡാണ്. നല്ല ഹൈലൈറ്റേഴ്സ് ആണ്. അത് നമ്മളുടെ നോർമൽ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള 5 കളേഴ്സ് ആണ്. മഞ്ഞ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ, പിങ്ക്. ഹൈലൈറ്റേഴ്സ് എനിക്ക് മസ്റ്റ് ആണ്. എൻ്റെ 6th തൊട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഹൈലൈറ്റേഴ്സിന്റെ മാർക്ക് ഉണ്ടാവും. നെക്സ്റ്റ് വൺ റൈറ്റിംഗ് പാഡ്. ഇത് പഴയതെന്ന് പറയാനൊന്നും പറ്റില്ല. 7th ഹാഫ് എത്തിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. റൈറ്റിംഗ് പാഡ് നിങ്ങളുടെ ആരുടെങ്കിലും നാശമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മേടിച്ച് വെക്കുക. അല്ലെങ്കിൽ എക്സാംസിന്റെ ടൈം ആകുമ്പോൾ കിടന്ന് ഓടേണ്ടി വരും. പിന്നെ അസൈൻമെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ. അതിനും കൂടി നല്ലതാണ്. കൂടുതൽ പക്ഷെ എക്സാംസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല പിങ്ക് കളർ റൈറ്റിംഗ് പാഡാണ്. ഇത് ഈ അടുത്ത് മേടിച്ചതാണ് കേട്ടോ. ഇഷ്ടംപോലെ വെള്ളം ഓൾറെഡി നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പുതിയതായോണ്ടൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. വേറെ ഇഷ്ടംപോലെ ബോട്ടിൽസ് എൻ്റെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ബോട്ടിൽസ് ഒക്കെ മാറ്റി കൊണ്ടുപോകാറ് ചെയ്യാറ്. പിന്നെ കുറെ പേർക്ക് സ്റ്റീലിന്റെ ബോട്ടിൽസ് ആണ് ഇഷ്ടം. എനിക്ക് പക്ഷെ ഐ ലൈക്ക് പ്ലാസ്റ്റിക്. ബിക്കോസ് സ്റ്റീല് ഞാൻ എപ്പോഴും കൊണ്ടുപോകുമ്പോൾ എൻ്റെ ചോരാറ് മാത്രമേ ഉള്ളൂ. വെള്ളം ഫുള്ള് പോവും. അത് ചിലപ്പോൾ മുറിക്കടക്കാത്തോണ്ടായിരിക്കും. മേ ബി ഐ ഡോണ്ട് ലൈക്ക് സ്റ്റീൽ, ഐ ലൈക്ക് പ്ലാസ്റ്റിക്. നെക്സ്റ്റ് വൺ കൊട. ഇതെന്തായാലും മഴക്കാലം കഴിയുന്നവരെ എൻ്റെ ബാഗിൽ ഉണ്ടാവും. സോ ഒരു കൊട, നല്ല കൊടയാണ്. ഒരു 2 ആൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കുറെ പേർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. എനിക്ക് മര്യാദയ്ക്ക് നിൽക്കാം. പിന്നെ ഒരാൾക്കും കൂടി എക്സ്ട്രാ നിൽക്കാം. കുറെ പേർക്ക് നിൽക്കാനൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ നനയാണ്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഒരു നല്ല കൊടയാണ്. കണ്ടോ, നല്ല ഡിസൈൻ ആണ്. ഒരു പൂക്കളുടെ ഡിസൈൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ പറഞ്ഞ പോലെ എല്ലാവർക്കും ബൈ.